എങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഗബ്രിയുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള സമീപനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. സമീപനത്തിൽ എന്തിനാണ് ജാസ്മിൻ ആയിട്ടുള്ള രീതിയിലേക്കാണെങ്കിൽ പോലും ഇപ്പൊ ഈവൻ ടച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും കിസ് ചെയ്യുന്നതാണെങ്കിലും അത് ശരിക്കും തെറ്റാണോ? അങ്ങനെ സകലമാന വിവാദങ്ങൾക്ക് ഒടുവിൽ ജബ്രി കോമ്പോനകത്ത് നിന്ന് നമ്മുടെ ഗബ്രി അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന്. അപ്പോൾ കുറച്ച് ദിവസമായി പുറത്തിറങ്ങിയിട്ട് അത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പിന്നെ ഇന്റർവ്യൂകളാണ് കൊടുത്തിട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായി, അതായത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിനകത്ത് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഗബ്രി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പാട്ടിന് വിടാന്നുള്ളതാണ്. പക്ഷെ അവർ തന്നെ സകലമാന ഇന്റർവ്യൂവിനകത്ത് ഇരുന്നിട്ട് പിന്നെ അതിനുള്ള കാര്യങ്ങൾ തന്നെ ഇട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളായിട്ട് തന്നെ പറയാണ്ടിരിക്കുന്നത് നമുക്ക് പറയാം, നമുക്കൊന്ന് കണ്ടു. ഇമോഷൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രണയം എന്ന് നിങ്ങൾ പറയുന്ന ടാഗാണ്. ലവ് എന്ന് പറഞ്ഞാൽ പ്രണയം മാത്രമല്ല, ലവിൽ ഇഷ്ടം, സ്നേഹം, പ്രണയം എല്ലാം പെടും. ഇമോഷൻസ് ആണ്, ഹ്യൂമൻ ഇമോഷൻസ്. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം കൊടുക്കുന്ന കൺസിഡറേഷനും കെയറും സ്നേഹമാണ് ഈ പറയുന്ന ലവ് എന്ന് പറയുന്നത്. ആ ഇമോഷൻ ആ വീട്ടിൽ എല്ലാവരോടും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെക്കാൾ എല്ലാത്തിനും ഒരുപാട് അധികം എനിക്ക് ജാസ്മിനോട് ഉണ്ടായിട്ടുണ്ട്. ജാസ്മിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ആർ മോർ ലൈക്ക് ട്വിൻസ്. ഞാൻ എന്നെ തന്നെയാണ് ഞാൻ ജാസ്മിനിൽ കാണുന്നത്. ഇറ്റ്സ് ലൈക്ക് എ മിറർ. എന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്റെ കുറെ ചിന്താഗതികൾ, ഞാൻ ചിന്തിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ ഇന്റലിജൻസ് വൈസ് ആണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മിറർ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അത് ഇഫ് ഐ എം നോട്ട് റോങ്, എനിക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇതിനെ കുറിച്ച് അറിയില്ല, പക്ഷേ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. മിറർ ന്യൂറോൺസ് ഈസ് ബേസിക്കലി when you see someone like similar to you will feel attracted to them naturally. അതായത് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അട്രാക്ഷൻ അല്ല, നാച്ചുറലി. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബ്രോന്റെ ബോഡി ലാംഗ്വേജിലും മാനറിസംസിലും സംസാര ശൈലിയിലും ചിന്താഗതിയിലും ഞാൻ എന്റെ കുറെ ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. നമ്മൾ തമ്മിലൊരു കണക്ഷൻ എനിക്ക് നാച്ചുറലി ഫീൽ ചെയ്യും. അത് ഞാൻ കണ്ടിട്ടുള്ളത് ആ വീട്ടിൽ ഒരേ ഒരാളുള്ളത് ജാസ്മിനാണ്. ഓക്കെ, അപ്പൊ ഗബ്രിയുടെ ഫിസിക്സും ബയോളജിയും ഒക്കെ കൂടെ കൂട്ടിക്കലക്കി എന്താണ്ടൊക്കെ ആർക്കും മനസ്സിലാവാത്ത രീതിക്ക് എന്താണ്ടൊക്കെ പറഞ്ഞു കൂട്ടുന്നുണ്ട്. അപ്പൊ പുള്ളി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ, പ്രണയമല്ലായിരുന്നു ഇവർ തമ്മിൽ. അതൊക്കെ നമ്മൾ കാണുന്നവരുണ്ടാക്കിയതാണ്. ഈ പ്രണയമാണ്, അത് അട്രാക്ഷൻ വേറെ ആയിട്ടൊക്കെ കാണുന്നവർ ചിത്രീകരിക്കുന്നതാണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്താണ് ഈ പുള്ളി അതിൻ്റെ ഉള്ളിൽ പറഞ്ഞതെന്ന് വല്ല ബോധവും ഈ പറഞ്ഞ ഗബ്രിക്ക് ഉണ്ടാ. അതായത് ഗബ്രി തന്നെ ഒരു ദിവസം പറയും എനിക്ക് നിന്നോട് ഭയങ്കരമായ പ്രണയമാണ്, അടുത്ത ദിവസം ഗബ്രി പറയും നമ്മള് അങ്ങനെ ഫ്രണ്ട്സ് മാത്രമാണ്, അല്ലാണ്ട് നമ്മൾ അതൊന്നുമല്ല. പിന്നെ ഒരു ദിവസം ആകുമ്പോഴത്തേക്കും ബ്രദർ സിസ്റ്റർ ആവും. അപ്പൊ ഇവര് തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാറുന്നത്. അത് കണ്ട എല്ലാവർക്കും അതാണ് തോന്നിയിട്ടുള്ളത്. ബാക്കിയുണ്ട്. പിന്നെയും കുറച്ചുകൂടി എനിക്ക് അങ്ങനെ കണക്ട് ആവാൻ തോന്നിയിട്ടുള്ളത് പൂജയാണ്. പൂജ വാസ് എ ലിറ്റിൽ ബിറ്റ് സിമിലർ തിങ്കിങ് ടു മീ. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള 1-2 അവസരങ്ങൾ മാത്രം നല്ല ലോങ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ സമയത്തൊക്കെ ഐ ഫെൽറ്റ് ദ സെയിം തിങ്. അതായത് പൂജ ഇസ് വെരി സ്മാർട്ട്. പൂജ ഭയങ്കര സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാനും പൂജയും ചിന്തിക്കുന്ന ഗെയിം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ജാസ്മിൻ ആ കാര്യത്തിൽ വി വർ ദ സെയിം. ഞങ്ങൾ ചിന്തിക്കുന്ന രീതി സെയിം ആണ്, ഗെയിം കളിച്ചിരുന്ന രീതിയും സിമിലർ ആണ്. അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സിമിലർ ആയിട്ട് ഗെയിം കളിച്ചു എന്നുള്ള ഒരു ബന്ധം മാത്രമേ ഈ ജാസ്മിൻ ആയിട്ടുള്ളൂ എന്നുള്ള രീതിക്കൊക്കെയാണ് ഗബ്രി പറയണത്. ഈ ആലുവ മണപ്പുറത്ത് കണ്ട ബന്ധമെങ്കിലും ഉണ്ടോടെ എന്നാണ് ഇപ്പൊ ചോദിക്കാൻ തോന്നുന്നത്. ഈ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവർ രണ്ട് മിണ്ടോന്ന് തന്നെ സംശയമാണ്. അകത്തിരുന്നിട്ട് അത്രയും ഇതായിട്ടൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് ഇതെല്ലാം. അപ്പൊ ബാക്കി ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ആയിട്ട്, അതായത് കരഞ്ഞ് ബ്രേക്ക് ഡൗൺ ആയി ഫുള്ളി മെന്റൽ ബ്രേക്ക് ഡൗൺ സ്റ്റേജിലാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറയുന്നത്. ഇനിയെങ്കിലും നിർത്ത് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അത് പറയുന്നത്. ഓക്കെ, പക്ഷെ ഓൾറെഡി ഗബ്രിയുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് ജാസ്മിൻ പറയുന്നുണ്ടല്ലോ അതില്. ഗബ്രിയുടെ അടുത്ത് ഷെയർ ചെയ്തു. ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച തുടക്കത്തിൽ അങ്ങോട്ട് എന്റെ അടുത്ത് പറഞ്ഞു. കമ്മിറ്റഡ് ആണെന്നുള്ള വാക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. റിലേഷൻഷിപ്പിലാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉറപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുത്തിട്ടുണ്ട്, തിരിച്ചു ചെന്നിട്ട് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ളത് കമ്മിറ്റ്മെന്റ് ആവാം. എന്തുകൊണ്ടൊക്കെയാണ് ഗബ്രി വിളിച്ച് പറയണത്? അതായത് ഒരാള് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനർത്ഥം അതൊരു കമ്മിറ്റ്മെന്റ് തന്നെയല്ലേ? കാര്യം അവിടെ പുറത്തൊരാളെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതറിഞ്ഞിട്ട് വേണം നമ്മൾ അയാളോട് ഇടപെടാനായിട്ട്. അല്ലാണ്ട് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഗബ്രി പറയാനാണ് എൻ്റെ അടുത്ത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, പുറത്തൊരാളായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായി. ഇത് തനിക്ക് ചിന്തിക്കാനായിട്ടുള്ള ബോധമില്ലേ? തലയ്ക്കകത്തൊരു ഇത്തിരിയെങ്കിലും ആൾതാമസം ഉണ്ടെങ്കിൽ അതൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് പിന്നെ അവരായിട്ട് അമ്മാതിരി ഒരു കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിച്ചിട്ട് പിന്നെ പുറത്ത് വന്നിരുന്നിട്ട് ഇട്ട് ന്യായീകരിക്കുന്നു. എങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഗബ്രിയുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള സമീപനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. സമീപനത്തിൽ എന്തിനാണ് ജാസ്മിൻ ആയിട്ടുള്ള രീതിയിലേക്കാണെങ്കിൽ പോലും ഇപ്പൊ ഈവൻ ടച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും കിസ് ചെയ്യുന്നതാണെങ്കിലും അത് ശരിക്കും തെറ്റാണോ? കിസ് ചെയ്യുന്നത് തെറ്റാണോ? കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന ആളെ കിസ് ചെയ്യുന്നത് തെറ്റാണോ? നിങ്ങൾ ഫ്രണ്ട്സിനെ ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഇല്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് തെറ്റല്ല.
ഓക്കെ, കിസ് ചെയ്യുന്നത് തെറ്റാണോ, ടച്ച് ചെയ്യുന്നത് തെറ്റാണോ, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ അതൊക്കെ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെയാണ് ഗബ്രി ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ഗബ്രിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അതിൻ്റെതായ രീതികളുണ്ട്. അതായത് ഇപ്പൊ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും, ഇപ്പൊ കിസ്സിങ് ആണെങ്കിലും ടച്ചിങ് ആണെങ്കിലും അതൊക്കെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളെ ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴും അതിന് അതിൻ്റെതായ രീതിയുണ്ട്. പക്ഷേ ഇത് കാണുന്നവര് ഇത് മറ്റേ തരത്തിലേക്കാണ് ഇതിന്റെ പോക്ക് എന്നൊക്കെ രീതിക്ക്, അതായത് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അവര് തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും. അപ്പൊ ഇതൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, അതായത് കാണുന്നവർ തന്നെ പൊട്ടന്മാരാക്കുന്ന രീതിക്കാണ് ഇവർ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പൊ ചോദിക്കുന്നത് ഇതൊക്കെ തെറ്റാണോ എന്ന്. എന്ത് വർത്താനമാണ്. പിന്നെ ഇപ്പൊ ഇവിടെ ഞാൻ സൈഡിനകത്തൊരു കമന്റ് വെക്കാം. ഈ ഒരു കമന്റിനൊക്കെ എന്താണാവോ ഗബ്രിക്ക് പറയാനായിട്ടുള്ള മറുപടി. കാര്യം ഇതും ഗബ്രി ഈ ഒരു പറയുന്ന കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിട്ടാണ് എനിക്കത് കേട്ടിട്ട് തോന്നിയത്. ബാക്കിയുണ്ടോ ആ പയ്യൻ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അറിയോ? അവന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. അതായത് പുറത്ത് നിന്ന് എന്റെ വീട്ടുകാർ, ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്, എന്റെ അപ്പനും അമ്മയും പുറത്തുണ്ടായിരുന്നവരാ, എന്റെ കൂട്ടുകാർ പുറത്തുണ്ടായിരുന്നവരാ. അവർ വ്യക്തമായിട്ട് പറഞ്ഞു പുറത്ത് എന്താ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അതിന്റെ അകത്ത് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതിന്റെ അകത്ത് നടന്നിട്ടുള്ള പെർസ്പെക്ടീവ് എനിക്കും അതിന്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് എനിക്കും ജാസ്മിനും മാത്രമേ അറിയുള്ളൂ. ജനങ്ങൾക്ക് അറിയില്ല. ജാസ്മിനും കൂടി പുറത്ത് വന്ന് ഞാൻ അറിയിച്ചാൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് ആ പയ്യന് ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് വന്നിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് ഇന്റർനെറ്റിൽ അറ്റാക്ക് വന്നിട്ടുണ്ടാവും. അതും പറയുന്ന വൃത്തികേട് കേട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇമോഷണലി വീക്കാവും. പ്രത്യേകിച്ച് ഇത്രയും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അതായത് മെന്റലി നമുക്ക് അത്രയും ഡീൽ ചെയ്ത് പറ്റാത്ത ഒരാളാണെങ്കിൽ, കേരളത്തിൽ ഒരു 10,000-20,000 പേര് നമ്മുടെ DMs വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തെറിയും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചും സഡ്ഷേമിയും അങ്ങനെ മോശമായിട്ട് ചെയ്താൽ ആർക്കായാലും വിഷമം തോന്നും. അതൊരിക്കലും ആരുടെയും അത് അവിടെ തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത്, സൊസൈറ്റിയാണ് തെറ്റുകാരൻ, അതാണ് തെറ്റുകാരൻ. സൊസൈറ്റിയും അതേപോലെ തന്നെ ഈ അഫ്സലിന് സ്ട്രെങ്ത് ഇല്ലാത്ത കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. അതായത് ജാസ്മിനായിട്ടുള്ള റിലേഷൻ വിട്ട് പിരിയാനായിട്ട്, അതായത് എനിക്കിനി ജാസ്മിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പാട്ടിന് ഓടിപ്പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയാണ്. അല്ലാണ്ട് ഇപ്പൊ ഗബ്രിയോ അതിന് ഉത്തരവാദി ജാസ്മിനോ അല്ല. എന്തൊരു വിളിപ്പിക്കലാടോ. അവിടെ ഇരുന്നിട്ട് ഇമ്മാതിരിയെ കാണിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾക്ക് പുറത്ത് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം സൊസൈറ്റിയുടെ ഭാഗത്താണ് തെറ്റ്. പക്ക നല്ല പ്യുവർ മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞത് ഇതാണ്. എല്ലാവരും ഇതിന് കണ്ടുപഠിക്കണം. ബാക്കിയാണ്. ഞാനും ജാസ്മിനും ഉമ്മ വെച്ചതും കൈ പിടിച്ചിരുന്നതും മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പരസ്പരം കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ചതും ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്ത് നിർബന്ധിച്ച് കഴിപ്പിച്ചതും സിക്കായിരിക്കുന്ന സമയത്ത് വെള്ളവും മരുന്നും കൊണ്ടു കൊടുക്കുന്നതൊന്നും ആരും അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ക്രിറ്റിസിസം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ, അപ്രീസിയേഷൻ അവിടെ വന്നിട്ടില്ല. അപ്പൊ എന്താണ് അവിടെ എല്ലാവരും ബ്ലാക്ക് അല്ലെങ്കിൽ തെറ്റിനെ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതങ്ങനെയാണ് ഗബ്രി. ഇപ്പൊ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ഇപ്പൊ നെഗറ്റിവിറ്റി ആയിരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താം, അതേപോലെ തന്നെ നെഗറ്റിവിറ്റി ആയിരിക്കും കൂടുതൽ ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യുക. ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇവരുടെ കാര്യത്തിനകത്ത് ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇവർ അവിടെ കാണിച്ചു കൂട്ടിയ, അതായത് മെയിൻ ആയിട്ട് ഇതിനകത്ത് വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ അവിടെ പറഞ്ഞ് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ഗബ്രി ആയിട്ട് നമ്മളെല്ലാവരും കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ രാത്രി ഇവരുടെ കലാപരിപാടികളും അതേപോലെ തന്നെ ഇവരുടെ ഇപ്പൊ കിസ്സിങ് ആണെങ്കിലും ടച്ചിങ് ആണെങ്കിലും അതേപോലെ തന്നെ കാണുന്നവർക്ക് തന്നെ എന്താടാ ഈ കണ്ടിരിക്കണം എന്നൊക്കെ തോന്നുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി വന്നിട്ട് ഗബ്രി ന്യായീകരിക്കണത് എന്തിനാണ്? അതായത് നമ്മൾ ചെയ്ത ഒരു തെറ്റ്, നമ്മുടെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വഴിക്ക് പോവാം. പിന്നെ അവർ പറയണത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിനകത്തിട്ട് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ഇത് പണി വരാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇനി ജാസ്മിൻ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ജാസ്മിനും അതിന്റെ നെഗറ്റിവിറ്റി വരും, പിന്നെ ഇനി ഗബ്രിക്കും അതിന്റെ നെഗറ്റിവിറ്റി ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.